കൊച്ചിയിലേക്കാണ് ഇനി ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട മറ്റ് വാർത്തകൾ കൊച്ചിയിൽ നിന്ന് ലാൽ? പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ആരോപിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർവാദങ്ങൾ നടക്കും. പക്ഷേ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT അറിയിച്ചിട്ടുള്ളത്. ഡിസംബറിലായിരുന്നു ഈ മനോജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് നടന്നിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഗോവർദ്ധനും അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളതാണ് ഇപ്പോഴും SIT ആരോപിക്കുന്നത്. ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തെളിവുകളും ഇതിനോടകം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന എതിർ സത്യവാങ്മൂലം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും SIT ഇതിനെ നേരിടുന്നത്. മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതേ വിഷയം ആരോപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആലപ്പുഴയിലെ ജില്ലാ ആസ്ഥാനത്തേക്ക് ഇന്ന് BJP യുടെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് MM മണിയുടെ വിവാദ പ്രസ്താവനയായിരുന്നു. ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. മാത്രമല്ല CPMൻ്റെ നിലപാട് എന്ന് പറയുന്നത് അന്നും ഇന്നും, പ്രത്യേകിച്ച് MM മണിയുടെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കം ഊന്നിക്കൊണ്ട് കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.